നമുക്കൊപ്പം ഇപ്പോൾ KSRTC ഉദ്യോഗസ്ഥനായ ജയപ്രകാശ് ചേരുകയാണ്. ശ്രീ ജയപ്രകാശ്, താങ്കൾ ഈ ഡിപ്പോയിലേക്ക് വന്നപ്പോൾ ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇത്രയും പോയിന്റ് കണ്ടപ്പോൾ താങ്കൾ അവരോട് പറഞ്ഞില്ലേ ഞാൻ മദ്യപിക്കുന്ന ആളല്ല എന്ന്? എപ്പോഴെന്തായിരുന്നു മറുപടി? മദ്യപിക്കുന്ന ആളല്ല, അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിൽ കാണിച്ചത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ മദ്യപിച്ചിട്ടുള്ളതല്ല. താങ്കൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? നേരത്തെ ഷിബീഷ് എന്ന ഡ്രൈവർക്കും സമാന അനുഭവം ഉണ്ടായിരുന്നു, മാനന്തവാടി റൂട്ടിലെ ഡ്രൈവർ. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അന്ന് ഷിബീഷ് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മരുന്നുകളോ മറ്റോ താങ്കൾ കഴിക്കുന്നുണ്ടോ? ഞാൻ നടുവേദനയ്ക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് രാത്രിയിലാണ് കഴിക്കുന്നത്. പക്ഷേ പകല് രാവിലെ കഴിച്ചിട്ടുമില്ല, അങ്ങനെ കഴിച്ചിട്ടുമില്ല. ഈ ബ്രീത്ത് അനലൈസറിന്റെ ഒരു അപാകതയായിരിക്കുമോ? അത് കംപ്ലൈന്റ് ആയ ഡിവൈസ് ആണോ? ഇത് കഴിഞ്ഞ 31-ാം തീയതി ഇതേപോലെ ഒരു കണ്ടക്ടർക്ക് ഇതേപോലെ ആദ്യം ഊതി, അപ്പോൾ 0 കാണിച്ചു. രണ്ടാമത് ആ പുള്ളി മാറിപ്പോയായിരുന്നു. പോയിട്ട് ഡ്യൂട്ടി ബസ്സിൽ കയറുന്നത് ഇപ്പോൾ നോക്കി വീണ്ടും വേറെ ആൾ നോക്കിയപ്പോഴത് 18 കാണിക്കുന്നുണ്ട്. ആ 18 കാണിച്ചപ്പോൾ വീണ്ടും പുള്ളിയെ വിളിച്ചു വരുത്തി. പിന്നെ പുള്ളി അന്ന് വിടാതിരുന്നു. പിന്നെ വീണ്ടും പുള്ളിയെ കുറേ നേരം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ വീണ്ടും പുള്ളിക്ക് 0 ആയി. പിന്നെയാണ് പുള്ളിയെ ഡ്യൂട്ടിക്ക് വിട്ടത്. ഇതേപോലെ ഇത് ഒരു മൂന്നാമത്തെ, ഞാൻ 4ാമത്തെ ആളാണ്. ഇതേപോലെ അതിന് മുമ്പായിട്ട് 2 പേരെ ചോദിച്ചിട്ട് അതേപോലെ അവരെ രണ്ടാമത് ചോദിച്ചപ്പോൾ 0 ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ രണ്ടാമത് ചോദിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ശ്രീ ജയപ്രകാശ്, വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ചീഫ് ഓഫീസിൽ വെച്ചാണ് ഷിബീഷിന് അടുത്ത പരിശോധന നടത്തിയത്. ഷിബീഷ് പരാതിയുമായി പോയപ്പോൾ അങ്ങനെ താങ്കൾ CMDയുടെ ഒക്കെ അടക്കം ശ്രദ്ധയിലേക്ക് വിഷയം നമുക്ക് കൊണ്ടുവന്നുകൂടെ? അടുത്ത അങ്ങോട്ടുള്ള നീക്കമാണ്, അതിനുള്ള നീക്കമാണ്. KSRTCയുടെ ചീഫ് ഓഫീസ് തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. താങ്കൾ അവിടെ പോയി ഇക്കാര്യം ഒന്ന് പരാതിപ്പെടൂ. നമുക്ക് ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണമല്ലോ. താങ്കൾ മദ്യപിക്കാത്ത ഒരാളെ മദ്യപനായി ചിത്രീകരിച്ച് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ. ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നെ ഇപ്പം ഒരു മദ്യപാനിയായിട്ടാണ് ഇപ്പം ചിത്രീകരിച്ചിരിക്കുന്നത്. താങ്കൾ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടേ ഇല്ല? ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ. ഈ ബ്രീത്ത് അനലൈസറിന്റെ അപാകതയുണ്ട് എന്നത് ചീഫ് ഓഫീസിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പറയുന്നത് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് മാറ്റി തരേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇന്ന് ജയപ്രകാശെങ്കിൽ നാളെ മറ്റൊരാൾ, അങ്ങനെ സംഭവിക്കില്ലേ? അത് മാറ്റി തരേണ്ടേ അങ്ങനെയാണെങ്കിൽ? ാണ് ഇപ്പൊ ഇന്ന് എനിക്ക് സംഭവിച്ച നാളെ ഇതുപോലുള്ള നിരപരാധികളാണ് പലരെയും ക്രൂശിക്കുന്നത്. ഇക്കാര്യത്തിൽ താങ്കൾക്ക് KSRTCയിൽ നിന്ന് മറ്റാരെങ്കിലും ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തോ? ഇപ്പോൾ കുടുംബവുമായൊക്കെ സമരം ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാനൊരു വ്യക്തി എന്ന് പറയുമ്പോൾ മദ്യപിക്കാത്ത ആളാണ്. ഇപ്പൊ ഞാനിപ്പോ മദ്യപിച്ചതായിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ അപ്പൊ പിന്നെ എനിക്ക് എന്റെ കുടുംബമായിട്ട് വന്ന് എന്റെ നിരപരാധിത്വം തെളിയിച്ചല്ലേ എനിക്ക് പറ്റുള്ളൂ. താങ്കൾ KSRTC ചീഫ് ഓഫീസിലേക്ക് ചെല്ലൂ. അവിടെയാണ് താങ്കൾ ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ സത്യം തെളിയുമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഇതാണ്. എന്തായാലും ശ്രീ ജയപ്രകാശ്, താങ്കൾ മദ്യപിച്ചിട്ടില്ല, താങ്കൾ മദ്യപിക്കുന്ന ആളല്ല എന്ന് താങ്കൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം താങ്കളെ ആർക്കും മദ്യപാനിയായി ചിത്രീകരിക്കാൻ കഴിയില്ല. താങ്കൾ സത്യം തെളിയിക്കൂ. ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മളും ഒപ്പം ഉണ്ടാകും. ഓക്കെ, റിനു ശ്രീധറാണ് നമുക്കൊപ്പം. റിനു ശ്രീധർ, ഇങ്ങനെയുള്ള അപാകതകളുള്ള യന്ത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ അതിന്മേൽ ഈ തെറ്റായ റിസൾട്ട് കിട്ടിയ ആൾക്ക് പരാതിപ്പെടുന്നതിനുള്ള നടപടിക്രമം എന്താണ്? സുജയ, സാധാരണഗതിയിൽ ഇത്തരത്തിൽ സ്റ്റേഷനുകളിൽ വെച്ച്, അതായത് ഡിപ്പോകളിൽ വെച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. ഈ പരിശോധന നടത്തി മദ്യപിച്ചു എന്ന് അതിൽ ഏതെങ്കിലും ഒരു ശതമാനം തെളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1% കാണിച്ചാൽ തന്നെ ഡ്രൈവറെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ കണ്ടക്ടറെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ്. പോലീസിന്റെ പരിശോധനയാണെങ്കിൽ അത് 30-ൽ മുകളിലേക്ക് വരണം എന്നുള്ളതാണ്. എങ്കിലേ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായി നിയമപരമായി തെളിയിക്കുവാൻ വേണ്ടി കഴിയൂ. പക്ഷേ KSRTCയിൽ അങ്ങനെയല്ല. നിലവിൽ ആ ഡിപ്പോയ്ക്കുള്ളിലുള്ള ഉന്നത IC ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പോരാട്ടത്തിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2-ാം തീയതി, ഈ മാസം 2-ാം തീയതി ഇറങ്ങിയതാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മരുന്ന് കഴിച്ച ശേഷം ഡ്യൂട്ടിക്ക് ഹാജരാകുന്ന ജീവനക്കാർക്ക് അവർക്ക് ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ശ്വാസപരിശോധനയ്ക്ക് വിധേയരാകുന്നവർ പോസിറ്റീവ് റീഡിംഗ് ലഭിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും പരിശോധനയ്ക്ക് വിധേയനാക്കണം. അതിൽ 0 ലഭിക്കുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കാം. 2ാമത്തെ പരിശോധനയിലും പോസിറ്റീവ് റീഡിംഗ് ലഭിക്കുകയാണെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം. 2 വിവരങ്ങളും ഒക്കറൻസ് ബുക്കിൽ രേഖപ്പെടുത്തണം എന്നതാണ് അന്തിമ തീരുമാനം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് കൈക്കൊള്ളുന്നതായിരിക്കും. ഇവിടെ 2 പോസിറ്റീവ് റീഡിംഗും ഹാജരാക്കിയിട്ടുണ്ടോ എന്നതടക്കം റിനു ഒന്ന് പരിശോധിക്കൂ.